ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, നമുക്ക് ഫ്രൈ പാനിൽ തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കിച്ചണിൽ പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ്റെ ലെഗ് പീസ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനകത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ലെമണിൻ്റെ ജ്യൂസും അതുപോലെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും, അതുപോലെ കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞെടുത്താണ് കേട്ടോ. ആ ഒരു വീഡിയോ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കാശ്മീരി മുളകാണ് കേട്ടോ. ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ കാശ്മീരി മുളക് ഇട്ട് വെച്ചിരുന്നു. ഒരു 15 മിനിറ്റ് ഇടുമ്പോഴത്തേക്ക് നല്ലതുപോലെ കുതിർന്ന് കിട്ടും. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുതിർത്ത് വെക്കുന്ന സമയത്ത്, അതായത് കാശ്മീരി മുളക് കുതിർത്ത് വെക്കുന്ന സമയത്ത് ഞാനിതിൻ്റെ കുറേയൊക്കെ സീഡ് എടുത്ത് മാറ്റിയിട്ടാണ്, കുറച്ചൊക്കെ ഞാൻ സീഡ് എടുത്ത് മാറ്റിയിട്ടാണ് കേട്ടോ ഇത് സോക്ക് ചെയ്യാനായിട്ട് വെച്ചത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എരി അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിൽ കൂടുതൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞ് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ സലാഡ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇവിടെ ഞാൻ റെഡ് ക്യാപ്സിക്കമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും അതുപോലെ ഗ്രീൻ ക്യാപ്സിക്കവും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് യെല്ലോ ക്യാപ്സിക്കം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സവാള ചെറുതായിട്ട് ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മുറി ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ പാനിലോട്ട് കുറച്ച് ബട്ടർ ഒന്ന് ഇട്ട് കൊടുത്തു. ആ ബട്ടർ ഒന്ന് മെൽറ്റായി തീരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചിക്കനൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വറ്റി വരുന്ന ആ സമയത്തിന് നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തൂടെ കുറച്ച് ബട്ടർ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ചെറുതായിട്ട് കുറേശ്ശെ മതി അതൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അടുത്ത സൈഡോടെ ഒന്ന് ഫ്രൈ ആയി വരാനായിട്ട്. ഈ ഒരു ഫ്രൈ പാൻ ആയതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു സൈഡ് കൂടെ ഫ്രൈ ആയി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക, ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അടുത്ത സൈഡൂടെ ഒന്ന് ഫ്രൈ ആയി വരണം. ഇപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തന്തൂരി ചിക്കൻ എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സലാഡും കൂടെ ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുത്താൽ മാത്രം മതി, നല്ലതുപോലെ കുക്കായി പോകണ്ട. അപ്പോൾ ഇതിന് വേണ്ട മസാലയും നാരങ്ങ നീരും അതുപോലെ ഉപ്പും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോവുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ, ഹാവ് എ നൈസ് ഡേ.